നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് അതീവ നാടകീയമായി സംഭവിച്ച ജനനായകൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്, കാര്യങ്ങളാണ്. അതിൻ്റെ നാൾവഴികൾ തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയെ തകർക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജയാരാധകരുടെ പക്ഷം. എന്നാൽ ഇതിനകത്ത് മതത്തെ വ്രണപ്പെടുത്തുന്നു എന്നുള്ള ആരോപണവും നേരെ മറിച്ച് സൈനികരെ അപമാനിക്കുന്ന തരത്തിലും ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിക്കാരുടെയും ആരോപണം. ആരാണ് ഈ പരാതിക്കാർ? ഈ പരാതിക്കാരൻ എന്ന് പറയുന്നത് 5 അംഗ EC സെൻസർ ബോർഡിലെ 5 അംഗത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ EC എന്ന് പറയുന്നത് എക്സാമിനിങ് കമ്മിറ്റിയാണ്. ഈ എക്സാമിനിങ് കമ്മിറ്റിയിലെ സെൻസർ ബോർഡ് എക്സാമിനിങ് കമ്മിറ്റിയിലെ 5 പേരിൽ ഒരാളാണ് ഈ പരാതിക്കാരൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയാം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകുമെന്നത് വിജയ്, KVN പ്രൊഡക്ഷൻസ്, എച്ച് വിനോദ് എന്ന സംവിധായകൻ ഉൾപ്പെടെ അറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 27-ാം തീയതി ഡിസംബറിൽ നടന്ന ഓഡിയോ ലോഞ്ചിൽ, മലേഷ്യയിൽ വെച്ച് തളപതി തിരുവിഴ എന്ന പേരിൽ നടന്ന ഓഡിയോ ലോഞ്ചിൽ വെച്ച് തന്നെ വിജയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തൻ്റെ സിനിമയാണ്, അവസാന നിമിഷം പ്രശ്നങ്ങളുണ്ടാകും, കാര്യങ്ങളുണ്ടാകും. കാരണം വിജയ് പ്രശ്നങ്ങൾ കാണുന്നത് ആദ്യമല്ല, വിജയ് സിനിമകൾ പ്രശ്നം കാണുന്നത് ആദ്യമല്ല. 50-ാമത്തെ സിനിമയായ സുറയാവട്ടെ, കാവലനായിക്കോട്ടെ, തലൈവയായിക്കോട്ടെ, തെറി ആയിക്കോട്ടെ, മെർസൽ ആയിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ റിലീസായ വാരിസിന് വരെ കേട്ട പ്രശ്നങ്ങളുണ്ട്. പല ഭാഗത്തു നിന്നാണ് പ്രശ്നം. ഒന്നുകിൽ സെൻസർ ബോർഡ്, തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അങ്ങനെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളിൽ മാത്രമേ വിജയ് സിനിമകൾ റിലീസ് ചെയ്ത ചരിത്രങ്ങൾ ഭൂരിപക്ഷവും ഉള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഏറ്റവും അവസാന സിനിമയായ ജനനായകൻ റിലീസിനെത്തുമ്പോൾ വിജയ്ക്ക് അറിയാം ഇതൊക്കെ സംഭവിക്കും. കാരണം ഈ സിനിമയ്ക്ക് മറ്റെല്ലാ സിനിമകളെക്കാളും ഒരു പ്രത്യേകതയുണ്ട്. വിജയുടെ അവസാനത്തെ സിനിമയാണ്. ഈ സിനിമയ്ക്ക് ശേഷം വിജയ് 2026 തമിഴ്നാട് ഇലക്ഷനിൽ മത്സരിക്കാൻ പോവുകയാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വിജയ്ക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വിജയ്ക്ക് നന്നായി അറിയാമായിരുന്നേ. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിലർ ജനുവരി 3-ാം തീയതി രാത്രി 6:45 റിലീസ് ചെയ്ത സമയം തൊട്ട് തന്നെ വിജയ് ഈ ട്രെയിലറിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ TVK എന്ന തമിഴക വെട്രിക്കഴകത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ പോലും ഈ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്നത് വ്യക്തമാണ്. കാരണം ഈ സിനിമയിൽ വിജയുടെ പേര് തളപതി വെട്രിക്കൊണ്ടാനെന്നാണ്. അത് ഷോർട്ട് ഫോം ആക്കിയാൽ TVK എന്ന് വായിക്കാം. അതിനുശേഷം 2 ആനകളുടെ ഇടയിലൂടെ നായകനായ വിജയ് നടന്നു വരുന്നത് കാണാം. തമിഴക വെട്രിക്കഴകത്തിന്റെ കൊടിയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തം. മാത്രമല്ല അവസാനം ഈ ട്രെയിലറിൽ രാഷ്ട്രീയക്കാരെ ചാട്ടവാറിട്ടടിക്കുന്ന വിജയെ കാണാം. അതിനകത്ത് വിജയ് തന്നെ പറയുന്നുണ്ട്, ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ അഴിമതി കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കൃത്യമായി DMK രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടും BJPക്കെതിരെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തം. അങ്ങനെ വിജയ് കൃത്യമായി തൻ്റെ അവസാനത്തെ സിനിമയിൽ തൻ്റെ രാഷ്ട്രീയം, പൊളിറ്റിക്സ് എംഫസൈസ് ചെയ്യുമ്പോഴേക്കുമാണ് 5-ാം തീയതി 3-ാം തീയതി രാത്രി ട്രെയിലർ റിലീസാകുന്നു. 4 കഴിഞ്ഞ് 5-ാം തീയതി മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യ പരാതി വരികയാണ്. ഈ പരാതി എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള ചോദ്യത്തിന് കോടതി ചോദിച്ചപ്പോഴാണ് അത് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതായത് കാര്യം ഇതാണ്, കഴിഞ്ഞ മാസം പകുതിയോടുകൂടി നമ്മൾ എടുത്തു നോക്കിയാൽ ഡിസംബർ 17-ാം തീയതി സെൻസർ ബോർഡിലേക്ക് ഈ സിനിമയുടെ ആദ്യ കോപ്പി അയക്കുകയാണ്. അവർ സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്നു. പിന്നീട് ഇതിനകത്ത് ചില മാറ്റങ്ങൾ വേണം, 27 കട്ടുകൾ വേണമെന്ന് CBFC നിർദ്ദേശിക്കുന്നു. ഈ സിനിമ പിന്നീട് 24-ാം തീയതി, കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് ഡിസംബർ 24-ാം തീയതി വീണ്ടും അയക്കുന്നു സെൻസർ ബോർഡിന്. സെൻസർ ബോർഡിന് അയച്ചതിന് ശേഷം ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് 27-ാം തീയതി മലേഷ്യയിൽ വെച്ച് നടക്കുന്നു. 27-ാം തീയതി മലേഷ്യയിൽ വെച്ച് നടക്കുന്ന ഈ ഓഡിയോ ലോഞ്ചിന് ശേഷം 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി CBFCയിൽ നിന്ന് വാക്കാൽ UA സർട്ടിഫിക്കറ്റ് 16+ കിട്ടുകയാണ്. അപ്പോൾ വാക്കാലേ കിട്ടുന്നുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് കൈകളിലേക്ക് എത്തുന്നില്ല. ഇത് കൈകളിലേക്ക് എത്താൻ വേണ്ടി KVN പ്രൊഡക്ഷൻസ് കാത്തിരുന്ന് അവസാനം കോടതിയിലേക്ക് KVN പ്രൊഡക്ഷൻസ് നീളുന്നു. കാരണം സിനിമയുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. കിട്ടിയാൽ മാത്രമേ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് KVN പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാതാവായ വെങ്കട്ട് K. നാരായണൻ ഹർജി നൽകുന്നു. ഈ ഹർജി നൽകുന്നതോടൊപ്പം തന്നെ സെൻസർ ബോർഡിലെ ഈ എക്സാമിനിങ് കമ്മിറ്റിയിൽ ഒരാൾ ഈ പരാതി നൽകുന്നു. എന്നിട്ട് പറയുന്നു, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് റിലീസ് തടയണമെന്നാണ് ആവശ്യം. KVN പ്രൊഡക്ഷൻസ് നോക്കുമ്പോഴേക്കും തൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് എതിരായി റിലീസ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി വന്നിരിക്കുകയാണ്. KVN പ്രൊഡക്ഷൻസ് ചോദിക്കുന്നു, ഈ സിനിമ പുറത്തു വന്നിട്ടില്ല, ഈ സിനിമ വേറെ ആരും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ പരാതി വരുന്നതെന്ന്. അപ്പോഴാണ് കോടതിയിൽ നിന്ന് പറയുന്നത് പരാതിക്കാരൻ എക്സാമിനിങ് കമ്മിറ്റിയിലെ ഒരാളാണ്, സെൻസർ ബോർഡിലെ അംഗമാണെന്ന് പരാതിക്കാരനെന്ന് കാര്യം വരുന്നു. അതോടെ കേസിൽ ട്വിസ്റ്റ് വരുന്നു, കാര്യങ്ങൾ സംഭവിക്കുന്നു. സെൻസർ ബോർഡ് കട്ടുകൾ നൽകിയതിന് ശേഷവും
ആ കട്ടുകൾ അംഗീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി വീണ്ടും അയച്ചിട്ട് പോലും ഇതിനെതിരെ വീണ്ടും പരാതി വന്നിട്ടുണ്ട്. ഇത് ആദ്യം അയക്കുന്നത് ഡിസംബർ 17-നാണ് കോപ്പി. പരാതി വന്നിരിക്കുന്നത് ജനുവരി 5-ാം തീയതി. ഇതിനിടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നെ ഏകദേശം 20 ദിവസങ്ങൾ വരും. കോടതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 17-ാം തീയതി കണ്ട ഈ സിനിമ എന്തുകൊണ്ട് 5-ാം തീയതി നിങ്ങൾ പരാതി നൽകുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് തോന്നിയത്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇതിനകത്ത് കാര്യങ്ങൾ എന്താ സംഭവിച്ചത്? 7-ാം തീയതി, ജനുവരി 7-ാം തീയതി കാത്തിരുന്നു ഈ സിനിമയുടെ റിലീസ് എങ്ങനെയാകും കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ 7-ാം തീയതി ജനനായകൻ ടീമിനൊരു തിരിച്ചടി കിട്ടുകയാണ്. 7-ാം തീയതി കോടതികളുടെ ഭാഗത്തു നിന്നും വെങ്കട് കെ നാരായണൻ എന്ന നിർമ്മാതാവ് കോടതിയോട് പറഞ്ഞത് 500 കോടി രൂപ മുടക്കി ചെയ്തെടുത്തിരിക്കുന്ന സിനിമയാണ്. എല്ലായിടത്തും 9-ാം തീയതി ഈ സിനിമ റിലീസിനെത്തുമെന്ന പോസ്റ്റേഴ്സും ബാനേഴ്സും ഹോർഡിങ്സും എല്ലാം അടിച്ചു കഴിഞ്ഞു. ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിംഗ് ടീമുകളുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നു. എത്രയോ രാജ്യങ്ങളിൽ ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 100 കോടിയോളം രൂപ വരും ഈ സിനിമ 9-ാം തീയതി റിലീസ് ചെയ്തില്ലെങ്കിൽ. കോടതി അത് കേൾക്കുന്നില്ല. കോടതി 9-ാം തീയതി രാവിലേക്ക് ഈ സിനിമയുടെ വിധി മാറ്റാൻ വരുമെന്നും പറയുന്നു. അപ്പോൾ മുതൽ ടെൻഷൻ. 9-ാം തീയതി രാവിലെയാണല്ലോ വിധി വരുന്നത്. കോടതി വിധി വരണമെങ്കിൽ 10:45 ആകണമല്ലോ. അങ്ങനെയാണെങ്കിൽ സിനിമ റിലീസ് ചെയ്യില്ലേ എന്നുള്ള ടെൻഷന് മേൽ ടെൻഷൻ. ഒരുപാട് റൈറ്റപ്സ്, ആർട്ടിക്കിൾസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ജനനായകൻ. അങ്ങനെ അതേ ദിവസം രാത്രി, അതായത് 7-ാം തീയതി രാത്രി 10:30 KVN പ്രൊഡക്ഷൻസ് ഒഫീഷ്യലി അറിയിക്കുന്നു ഈ സിനിമ ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. അതിന് മുമ്പ് തന്നെ പല രാജ്യങ്ങളുടെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ സിനിമയുടെ ഷോസ് ക്യാൻസൽ ചെയ്യുന്നു, പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പല തിയേറ്റർ ഉടമകളും ഈ സിനിമയുടെ ഷോസ് എല്ലാം ക്യാൻസൽ ചെയ്ത ആളുകളിലേക്ക് റീഫണ്ടുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടു. 9-ാം തീയതി ആരാധകർ, തിയേറ്ററിന് മുന്നിലേക്ക് ഇരിക്കേണ്ട ആരാധകർ TV സ്ക്രീനുകളിലും മൊബൈലിലും ന്യൂസ് ചാനലുകളും നോക്കി നിൽക്കുകയാണ്. അതായത് ഇന്ന് രാവിലെ മുതൽ നോക്കി നിൽക്കുകയാണ് ഈ വിധി എന്താകുമെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ 10:30 വിധി വരുമെന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം ആളുകൾ എല്ലാവരും TV സ്ക്രീനിലേക്ക്, ന്യൂസ് ചാനലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അനുമതി, ജനനായകൻ അനുമതി കിട്ടുന്നു എന്നുള്ള വാർത്ത വരുന്നു. US സർട്ടിഫിക്കറ്റോടുകൂടി കോടതി മുന്നോട്ട് വരാമെന്ന തീരുമാനമെടുക്കുന്നു. അതിന് പിന്നാലെ തൊട്ടടുത്ത നിമിഷം നാടകീയ നീക്കം സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും. സെൻസർ ബോർഡ് അപ്പീലുമായിട്ട് മുന്നോട്ട് പോയ വാദം, സെൻസർ ബോർഡ് കൃത്യമായ രീതിയിലേക്ക് അപ്പീൽ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന കാലം, അത് പറഞ്ഞതോടുകൂടി തന്നെ 14-ാം തീയതി, അതായത് സെൻസർ ബോർഡിൽ നിന്നും പറയുന്നതിന് മുന്നേ കോടതി അനുമതി കിട്ടിയ പാടെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും, കേരളത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, UK, നെതർലാൻഡ്സിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ സിനിമയുടെ റിലീസ് 14-ാം തീയതിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചവാടെയാണ് സെൻസർ ബോർഡ് ഇത് വിടാതെ അവർ പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്രോസ് നൽകുകയും ചെയ്തത്. സെൻസർ ബോർഡ് ഇത് കൃത്യമായി അപ്പീൽ നൽകി. സെൻസർ ബോർഡ് അപ്പീൽ നൽകിയത് സിംഗിൾ ബെഞ്ചിനെതിരായിട്ടുള്ള ഉത്തരവിനെതിരെ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിലേക്ക് അവരത് നൽകി. അതിനുശേഷമാണ് നാടകീയമായ നീക്കങ്ങൾ വിജയ് വേഴ്സസ് CBFC എന്നുള്ള രീതിയിലേക്ക് മാറിയത്. ജനുവരി 14-ന് ചിത്രം റിലീസിനെത്തുമോ എന്നുള്ളത് ഔദ്യോഗികമായി അറിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ അതീവ നാടകീയമായ നീക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരു വിജയ് ചിത്രത്തിന് എത്രമാത്രം, അതായത് വിജയുടെ അവസാനത്തെ സിനിമയാകുമ്പോൾ സാധാരണ ഈ അവസാനം എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിൽ എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടണമെന്നുള്ള രീതിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല സിനിമകളെക്കാൾ ഉപരി അവസാനത്തെ നിമിഷത്തെ ആൻറ്റി ക്ലൈമാക്സും ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറയുന്ന ദിവസവും കൂടിയായിട്ട് ജനുവരി 9-ാം തീയതി മാറുകയാണ്. അതായത് ഇന്ന് ശാന്തമായിട്ട് രാവിലെ 6 മണിക്ക് ആഘോഷിച്ചുകൊണ്ട് ആർമാദിച്ചുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാമെന്ന് ആഗ്രഹിച്ചിരുന്ന വിജയ് ആരാധകർക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു തിരിച്ചടി രാവിലെ മുതൽ കിട്ടിയിരിക്കുന്നത്. കാരണം അവർക്ക് ആഘോഷിക്കേണ്ട ദിവസമാണ് ഇന്ന്, പക്ഷേ അത് വേറൊരു തലത്തിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയധികം ആരാധകർ, വിജയ ആരാധകർ എന്ന് പറയുന്നത് നമുക്ക് എണ്ണിക്കഴിയാൻ പറ്റുന്നൊന്നുമില്ല. മലേഷ്യയിൽ ഓഡിയോ ലോഞ്ച് വെച്ച് നടത്തിയപ്പോൾ അവിടെ കാണണം 80,000-ത്തിലധികം കാണികളാണ്. അവിടെ മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പോലും ഒരു തമിഴ് സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഇത്രയധികം ആളുകൾ വന്നു എന്നുള്ള റെക്കോർഡ് ഉൾപ്പെടെ മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആ റെക്കോർഡ് അവർ സ്വന്തമാക്കുകയും ചെയ്തു. ബുക്കിംഗ് ജലീൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ആ ഓഡിയോ ലോഞ്ച് നടന്നത്. കാണണം ആ ഓഡിയോ ലോഞ്ച്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഓഡിയോ ലോഞ്ച് ഇരുന്ന് കാണണം. ഏകദേശം 3 മണിക്കൂർ 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഓഡിയോ ലോഞ്ചും കൂടിയാണ്. പക്ഷേ വിജയ് എന്ന നടന് മേലുള്ള ക്രൈസ്, അങ്ങനൊരു സംഭവമുണ്ട്. മാത്രമല്ല രാഷ്ട്രീയക്കാരനായിട്ട് വിജയ് മാറാൻ പോവുകയാണ്. ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ഇത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് വിജയെ ഇതുമായി ബന്ധപ്പെട്ട് വേട്ടയാടാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ വിജയ് സിനിമകൾ റിലീസാകുമ്പോഴുള്ള പ്രൊട്ടസ്റ്റ് പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണാറുള്ളതുമാണ്. അപ്പോൾ എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ സിനിമകൾക്ക് മേലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അവസാനം
ജനനായകനിൽ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ ഈ സിനിമയിൽ വിജയ് രാഷ്ട്രീയവും സംസാരിക്കുന്നുണ്ട്, വിജയ്ക്ക് പറയാനുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പറയുന്നുണ്ട് എന്നുള്ളതുള്ള ഭയമായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം പ്രശ്നം എന്നുള്ളതും പറയാം. കാരണം ഒരു 100 വേദികളിൽ പോയി വിജയ് പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ എഫക്റ്റീവാണ് തൻ്റെ സിനിമയിലൂടെ തന്നെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. മാത്രമല്ല ഈ സിനിമയുടെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് ദളപതി വിജയാണ്. അപ്പോൾ ഈ ഡയലോഗ്സ് ഉൾപ്പെടെ വിജയ് എഴുതുമ്പോഴേക്കും വിജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് രാഷ്ട്രീയമായിരിക്കാം, സിനിമാറ്റിക് ആയിരിക്കാം, എന്തായാലും അത് ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും കൂടിയായിരിക്കാം സെൻസർ ബോർഡിൽ നിന്നും തന്നെ ഈ ഒരു പരാതി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവുമായിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നത്, ഒരു ട്രയാങ്കുലർ പൊളിറ്റിക്സ് ആണ് ഇവിടെ നടക്കുന്നത്. DMK, TVK, BJP ഈ 3 അക്ഷരങ്ങളിൽ നിന്ന് 3 പാർട്ടികളിലേക്ക് വരുമ്പോഴുള്ള 3 പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം തന്നെ പറയാൻ. അതേസമയം തന്നെ നാളെ റിലീസാകാൻ പോകുന്ന പരാശക്തിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, അതിനൊരു സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമെന്നൊക്കെ കരുതി, പക്ഷേ നാളെ തന്നെ ആ ചിത്രം റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പൊങ്കൽ റിലീസായിട്ട് ഈ ആഴ്ചയിൽ ഒരു ക്ലാഷും ഇല്ലാതെയാണ് ശിവകാർത്തികേയൻ ചിത്രമായ പരാശക്തി റിലീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ വിജയ് അനുകൂലിച്ചുകൊണ്ടും വിജയ് വന്നാൽ മാത്രമേ പൊങ്കൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന പരാശക്തിയിലെ തന്നെ വില്ലനായ രവി മോഹൻ, ജയം രവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. രവി മോഹനും കഴിഞ്ഞ ദിവസം ചിമ്പു ഉൾപ്പെടെ വിജയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. വിജയ് സിനിമ വരുമ്പോൾ മാത്രമേ പൊങ്കൽ ആരംഭിക്കുകയുള്ളൂ എന്നാണ് ചിമ്പു പറഞ്ഞത്. ചിമ്പു ആവട്ടെ വാരിസ് എന്ന സിനിമയിൽ തീ തളപതി എന്ന പാട്ട് വിജയ്ക്ക് വേണ്ടി ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അങ്ങനെ സിനിമാ മേഖലയോട്ടാകെ തന്നെ വിജയ്ക്ക് കൂടെ നിൽക്കുമ്പോഴാണ് സെൻസർ ബോർഡ് വിടാതെ വിജയ്ക്ക് മേൽ ഇങ്ങനെ പിടിമുറുക്കം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യം കൂടി തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വളരെയധികം ട്വിസ്റ്റും ആൻറ്റി ക്ലൈമാക്സും ഒക്കെ നിറച്ചുകൊണ്ട് സിനിമ 14-ാം തീയതി റിലീസിനെത്തുമോ എന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. ഇഫ് നോട്ട് 14 then when? അതൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. 14-ാം തീയതി അല്ലെങ്കിൽ പിന്നെ ഇനി എന്ന്? ആ ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരുപാട് നാടകീയ നീക്കങ്ങൾക്ക് ശേഷം ജനനായകൻ ഒന്ന് ശ്വാസം വിട്ട് തിരശ്ശീലയിലേക്ക് വരാൻ കഴിയുമോ? അതാണ് ചോദ്യം. അങ്ങനെ വരാൻ കഴിഞ്ഞാൽ വീണ്ടും പറയുന്നു, 2026 തമിഴ്നാട് രാഷ്ട്രീയം കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കങ്ങളുടെ ഏറ്റവും വലിയ സാമ്പിളും കൂടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ നമുക്കത് വ്യക്തമാവുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. വിജയ് ആരാധകർ അവർ കാത്തിരുന്ന് തൻ്റെ നായകൻ്റെ അവസാന സിനിമയ്ക്ക് വേണ്ടി തിയേറ്ററുകളിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന പോലെയല്ല തമിഴ്നാട്ടിൽ ഒരു നായകനെ അവർ ആഘോഷിക്കുക എന്ന് പറയുന്നത്. 33 വർഷമായിട്ട് ആ മനുഷ്യൻ തിരശ്ശീലയിലേക്ക് വരുമ്പോൾ അപ്പോൾ മുതൽ തുടങ്ങിയ ആരാധകരുണ്ട്. അയാളുടെ അവസാനത്തെ സിനിമ തളപതി 69 എന്നായിരുന്നു ജനനായകൻ ആദ്യം ഇട്ടിരുന്ന ടൈറ്റിൽ. 69ാമത്തെ സിനിമയായിട്ടാണ് ജനനായകൻ വരാൻ പോകുന്നത്. അപ്പോൾ മുതൽ ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് മുതൽ ആരോ ആയിക്കോട്ടെ സംവിധായകൻ, ആരോ ആയിക്കോട്ടെ മ്യൂസിക് ഡയറക്ടർ, ആരോ ആയിക്കോട്ടെ സിനിമാറ്റോഗ്രാഫി എന്നുള്ളതും വിജയ് അവസാനമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു നിന്ന് ആരാധകരുണ്ട്. ഈ സിനിമയുടെ കട്ടൗട്ട് ഉൾപ്പെടെ അതിന് പൂമാല ഉൾപ്പെടെ എത്രയോ പൈസ മുടക്കി ഇത് ഫാൻ ഷോ ടിക്കറ്റുകൾ വരെ എടുത്തിരിക്കുന്ന ആരാധകരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചടിയായിട്ട് കിട്ടുന്ന രീതിയിൽ അവരിനി ആഘോഷിക്കും, സ്വാഭാവികമാണ്. അവർ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മാർക്കറ്റും ഹൈപ്പിനേക്കാൾ എത്രയോ ഇരട്ടി മാർക്കറ്റും ഹൈപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൂസ്റ്റിംഗ് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഒരു നഷ്ടം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞ ഡേറ്റിൽ ഉണ്ടാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായ ലാഭം ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് സ്നേഹം കൊണ്ടായാലും പൈസാപരമായാലും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ജനനായകൻ തിരശ്ശീലയിലേക്ക് വരുമ്പോൾ ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ വേണ്ടുന്ന കാര്യത്തിൽ തർക്കം ഒന്നും തന്നെയില്ല. അതെങ്ങനെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.